जिंदाबाद इंकलाब जिंदाबाद केसकटी जिंदाबाद केसकटी जिंदाबाद केसकटी जिंदाबाद केसकटी जिंदाबाद पंजाब सम्मेलन जिंदाबाद पंजाब सम्मेलन जिंदाबाद കേന്ദ്ര കേരള സർക്കാരുകൾ കർഷക തൊഴിലാളികളോട് പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കർഷക തൊഴിലാളി യൂണിയൻ കാലടി പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾക്കായി കഴിഞ്ഞ LDF സർക്കാർ വകയിരുത്തിയ 50 കോടി രൂപ പുതിയ ബജറ്റിലില്ല. വീടുകളിലെത്തിയിരുന്ന ക്ഷേമ പെൻഷൻ നിൽക്കുന്നു. പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറക്കൽ വഴി പദ്ധതികൾ നിലയ്ക്കുന്നു. ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കൊപ്പം ഏറെ ആശ്രയമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലും പേരും ഘടനയും മാറ്റി തകർച്ചയിലേക്കാണ്. ഈ സാഹചര്യത്തിൽ കർഷക തൊഴിലാളി മേഖലയുടെ സംരക്ഷണത്തിന് പദ്ധതികൾ വേണമെന്ന് കണ്ടനകത്ത് TP കുട്ടൻ നഗറിൽ ചേർന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളി യൂണിയൻ എടപ്പാൾ ഏരിയ പ്രസിഡന്റ് P. വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ അവകാശമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. എത്രയാണ്? നമുക്ക് 600 ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വന്നത് എങ്ങനെയാണ്? KSKT എന്ന നമ്മുടെ സംഘടന, കർഷക തൊഴിലാളി എന്ന സംഘടനയുടെ പോരാട്ട നിലവാരമാണ്. അതുവരെ പാടത്തും പറമ്പിൽ പണിയെടുക്കുന്നതിന് പെൻഷൻ ചിന്തിക്കാൻ കഴിയും. അത് വന്ന കാലഘട്ടത്തിൽ തന്നെ 80 നയന സർക്കാർ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ഞാൻ ചുരുക്കി പെട്ടെന്ന് അവസാനിപ്പിക്കുക. കൊണ്ടുവന്ന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞെന്താ, കർഷക തൊഴിലാളിക്ക് പെൻഷനോ അല്ലേ? അങ്ങനെ കൊടുക്കാൻ പാടില്ല. EP മണി അധ്യക്ഷനായി. P. സുരേഷ് രക്തസാക്ഷി പ്രമേയവും KK അപ്പു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം S. സുജിത്ത്, E. രാജഗോപാൽ, EV മോഹനൻ, VP മധു, NV സലാം, MV ചന്ദ്രൻ, M. ജയശ്രീ എന്നിവർ സംസാരിച്ചു. K. അനീസ് സ്വാഗതവും KP കവിത നന്ദിയും പറഞ്ഞു. Rice Hospital. Care beyond cure. Shopika Weddings, the bridal legacy.